ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സർക്കാർ തിരികെ കയറ്റിയ കാലിക്കറ്റ് സംസ്കൃത വിസിമാരുടെ നിയമനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അസാധുവാക്കി. KTU VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം വോയിസ് അബ്നീഷ്യ പ്രകാരം അസാധുവാക്കിയ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജനെയും കാലടി സംസ്കൃത VC ഡോക്ടർ MV നാരായണനെയുമാണ് VC പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ടും നിയമനങ്ങൾ അസാധുവാക്കിക്കൊണ്ടും ഗവർണർ കൂടിയായ ചാൻസലർ ഉത്തരവിട്ടത്. UGCയുടെ മറുപടി ലഭ്യമായ ശേഷം ഡിജിറ്റൽ ഓപ്പൺ VCമാരുടെ നിയമനങ്ങളുടെ സാധുതയിൽ തീർപ്പുണ്ടാകും. 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം കൈക്കൊള്ളണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഇത് പ്രകാരം ഗവർണറുടെ തീരുമാനം കോടതിക്ക് കൈമാറും. KTU VCയുടെ നിയമനം അസാധുവാക്കിയ സുപ്രീം കോടതി വിധിക്ക് സമാനമായി നിയമനം നേടിയ VCമാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജികളും ഇവർ VCമാരായി തുടരുന്നത് ചോദ്യം ചെയ്തുള്ള കോവാറണ്ടോ ഹർജികളും പരിഗണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് ഹർജിക്കാരായ VCമാരുടെ വിശദീകരണം വീണ്ടും കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഗവർണർക്ക് 6 ആഴ്ച സമയം അനുവദിച്ചത്. UGC ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നും കാരണം കാണിക്കലിന്റെ നിയമസാധുതയും ഗവർണർ വിശദമായി പരിശോധിക്കണമെന്നുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് 2 VCമാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഗവർണറുടെ നടപടി. ഉത്തരവ് പുറത്തിറക്കിയാലും VCമാർക്ക് കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ സമയം അനുവദിക്കണമെന്നും 10 ദിവസം കഴിഞ്ഞ് മാത്രമേ പുറത്താക്കൽ ഉത്തരവ് നടപ്പിലാക്കാൻ പാടുള്ളൂവെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 11 VCമാർക്കും ഗവർണർ ഹിയറിംഗ് നടത്തി പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് 1 വർഷം മുൻപ് നൽകിയെങ്കിലും കോടതിയുടെ സ്റ്റേ ഉത്തരവിലൂടെ മേൽനടപടികൾ തടഞ്ഞിരുന്നു. സെർച്ച് കമ്മിറ്റി പാനൽ കൂടാതെ നിയമനം നടത്തിയതും സർക്കാർ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ എല്ലാവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല VCമാരെ കഴിഞ്ഞ മാസം 24-ാം തീയതി ഗവർണർ നേരിട്ട് ഹിയറിംഗിന് ക്ഷണിച്ചിരുന്നു. കാലിക്കറ്റ് VCക്ക് വേണ്ടി അഭിഭാഷകൻ നേരിട്ട് ഹാജരായപ്പോൾ സംസ്കൃത VCക്ക് വേണ്ടി അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായി. ഡിജിറ്റൽ സർവകലാശാല VC നേരിട്ട് ഹാജരായെങ്കിലും ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ രാജിക്കത്ത് സമർപ്പിക്കുകയായിരുന്നു. രാജിക്കത്ത് ഗവർണർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഹിയറിംഗ് നടന്ന കാലിക്കറ്റ് സംസ്കൃത VCമാരെ പുറത്താക്കിയെങ്കിലും മറ്റ് 2 പേരുടെ കാര്യത്തിൽ അന്തിമ തീർപ്പ് കൈക്കൊണ്ടിട്ടില്ല. കാലിക്കറ്റ് VCയുടെ നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി പങ്കെടുത്തതും സംസ്കൃത സർവകലാശാലയിൽ പാനലിനു പകരം ഒരു പേര് മാത്രം നൽകിയതുമാണ് നിയമനം അസാധുവാകുന്നതിന് കാരണമായത്. എന്നാൽ ഡിജിറ്റൽ ഓപ്പൺ VCമാരെ സർവകലാശാലയിൽ ആദ്യ VCമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുകൊണ്ട് അവർക്ക് നിയമപരമായ സംരക്ഷണം ഉണ്ടെന്നാണ് വാദം. എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ VCമാർ UGC ചട്ടപ്രകാരം നിയമിക്കപ്പെടേണ്ടതായിരുന്നു. ഇക്കാര്യത്തിൽ UGCയുടെ മറുപടി ലഭ്യമായ ശേഷം മാത്രമേ ഈ 2 VCമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. ഗവർണർ നോട്ടീസ് നൽകിയ 11 പേരിൽ നിലവിൽ VCമാരായി തുടരുന്നത് 4 പേർ മാത്രമാണ്. UGC പ്രതിനിധിയെ ഒഴിവാക്കി നടത്തിയ വെറ്റിനറി VC നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും ഗവർണർ മറ്റ് VCമാരോടൊപ്പം അദ്ദേഹത്തിന് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നില്ല. അദ്ദേഹത്തെയാണ് വിദ്യാർത്ഥിയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നോട്ടീസ് നൽകിയിരുന്ന കേരള MG കുസാറ്റ് മലയാളം VCമാർ വിരമിച്ചു. കണ്ണൂർ ഫിഷറീസ് VCമാർ കോടതി വിധിയിലൂടെ പുറത്തായി. കാർഷിക VC കാലാവധി പൂർത്തിയാക്കി. KTU VC സുപ്രീം കോടതി വിധി പ്രകാരം ആദ്യം തന്നെ പുറത്തായിരുന്നു. നിയമ സർവകലാശാല VC വിരമിച്ചിട്ട് 1 വർഷത്തിലേറെ ആയിട്ടും പകരം സ്ഥിരം VCയെ നിയമിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് നിയമ സർവകലാശാലയുടെ ചാൻസലർ.